ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു തിരണ്ടി വെച്ചിട്ടൊരു തേങ്ങ വറുത്തരച്ച കറിയാണ്. അപ്പോൾ അതിന് വേണ്ടത് ചിരകിയ തേങ്ങയും ചെറുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇനി ഈ തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കാനായിട്ട് ആദ്യം തേങ്ങയിലോട്ട് കുറച്ച് നമ്മൾ മഞ്ഞളും ചെറുള്ളിയും വെളുത്തുള്ളിയും അതിലോട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇനി ചട്ടിയിലോട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. തേങ്ങ വറുക്കാനായിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ചെറുള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളിട്ട് വഴറ്റണം. എണ്ണ ഒഴിക്കാണ്ട് ഈ തേങ്ങയും ചെറുള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഇളക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇനി ഒരു പകുതി വേവാകുമ്പോൾ അതിൽ പച്ചവെള്ളം ഇട്ടെടുക്കുക. പിന്നെ പൊടിക്കാത്ത കുരുമുളക് ഇട്ട് വീണ്ടും ഒന്നും കൂടെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി കുറച്ച് മുളക് പൊടി, ഇനി അവിടെ കുറച്ച് മല്ലിപ്പൊടി, ഈ ചൂട് സമയത്ത് കഴിക്കാൻ ഒരു കുഞ്ഞ് ഐസ്ക്രീം കഴിക്കാം. ചട്ടി നല്ലോണം ചൂടാക്കുന്നുണ്ട്. ഇനി അതുകൊണ്ട് കുറച്ച് എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് കുറച്ച് ഇഞ്ചിയും ചെറുള്ളിയും വെളുത്തുള്ളിയും മുളകും കൂടി ഒന്ന് ചതച്ച് നമുക്ക് വെക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാനാണ്. എണ്ണ ചൂടായപ്പോഴത്തേക്കും അതിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ശേഷം ഇതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചതെല്ലാം ഇതിലിട്ട് കൊടുക്കണം. ഇത് അത്യാവശ്യം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഇതിലോട്ട് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കാം. ഇനി അരപ്പടിക്കാനായിട്ട് കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആവശ്യത്തിന് കുരി കളഞ്ഞെടുക്കുക. ആ വെള്ളം പിന്നെ വേണം. പിന്നെ വറുത്ത് വെച്ച തേങ്ങ രണ്ടും കൂടെ ഇട്ട് ആ പുളിവെള്ളം ഒഴിച്ച് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അരച്ച അരപ്പ് ഇനി നമ്മൾ ചട്ടിയിലോട്ട് ഒഴിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള നമുക്ക് എത്രയാണോ ലൂസാക്കേണ്ടത് അത്രയും വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ അരപ്പിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ കറി തിളച്ച ശേഷം നമ്മൾ കുറച്ച് തക്കാളി ഇടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി തിളച്ച കറിയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീനിട്ട് കൊടുക്കുക. സോ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിളച്ച് വറ്റി കുറച്ചൊക്കെ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, അങ്ങനെ ആ ചൂട് കറി ഉണ്ടല്ലോ, നല്ല ചൂട് കിഴങ്ങിൽ നമ്മളിങ്ങനെ ഒഴിക്കുക, എന്നിട്ട് കഴിക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ ഗൈസ്.